നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏക സിവിൽ കോഡിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി രംഗത്ത്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ. റവന്യൂ ജില്ലാ ശാസ്ത്രമേളയ്ക്ക് ഗംഭീര തുടക്കം. മേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. വാങ്ങിയ സ്വർണമെല്ലാം റോൾഡ് ഗോൾഡ്. പരാതിയുമായി മഞ്ചേശ്വരം തുമിനാട്ടിലെ കോളനി നിവാസികൾ. മാനവ ഐക്യയാത്രയുമായി നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ. യാത്ര ആരംഭിക്കുന്നത് നവംബർ 17 കാസർഗോഡ് നിന്ന്. ജനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ തയ്യാറായി കേരള ഗ്രാമീൺ ബാങ്ക്. ബാങ്കിന്റെ സഞ്ചരിക്കുന്ന ATM കാസർഗോഡ്. ജാതിരഹിത മതനിരപേക്ഷ സമൂഹത്തിന്റെ കാവലാളാവുക. മുദ്രാവാക്യവുമായി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക ജാഥയ്ക്ക് ഹൊസങ്കടിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു കൺവെൻഷൻ നടന്നത്. രാജ്യത്ത് ഏകീകൃത വ്യക്തി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് മുസ്ലിം കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ സിറാജ് ഇബ്രാഹിം സേഠ് ഉദ്ഘാടനം ചെയ്തു. The government has filed an affidavit in the Supreme Court which says it is against talaq in all forms. It does not say that they are against triple talaq alone. They are against single talaq, they are against two talaqs, they are against triple talaq. And they categorically state in the affidavit which I have gone through, they say a talaq can only be given with a judicial order, a magisterial order. And secondly, they say you need the consent of the wife for a talaq to take place. That means that the Sharia, the law of Islamic Sharia, becomes null and void in this country with the interference. അന്യരുടെ വിശ്വാസവും ആദർശവും അംഗീകരിക്കാനുള്ള മനസ്ഥിതിക്കാണ് ഏക സിവിൽ കോഡിലൂടെ മതിലുകൾ പണിയാൻ ശ്രമിക്കുന്നത്. ഒരു പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിത്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ സമൂഹത്തിന്റെ പിന്തുണയോടെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ള, UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, K മുഹമ്മദ് ഷാഫി, PB അബ്ദുറസാഖ് MLA, ATK പൂക്കോയത്തങ്ങൾ, മുൻ മന്ത്രി CT അഹമ്മദ് അലി, MC ഖമറുദ്ദീൻ, TP സലീം, ഹാഷിം അരിയിൽ, ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവർ പ്രസംഗിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശാസ്ത്രമേള നടക്കുന്നത്. 7 ഉപജില്ലകളിൽ നിന്നായി 3126 വിദ്യാർത്ഥികളും 500 അധ്യാപകരും ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നു. 39 പേർ അപ്പീൽ വഴിയാണ് മത്സരത്തിനെത്തിയത്. കാസർഗോഡ് സബ് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ മത്സരത്തിനെത്തിയത്. 468 പേർ. ചെറുവത്തൂർ 458, ഹൊസ്ദുർ 454, ബേക്കൽ 449, ചിറ്റാരിക്കാൽ 436, കുമ്പള 416, മഞ്ചേശ്വരം 411 എന്നിങ്ങനെയാണ് മറ്റു സ്കൂളുകളിൽ നിന്നും മത്സരിക്കാനെത്തുന്ന കുട്ടികളുടെ എണ്ണം. തിങ്കളാഴ്ച പ്രവൃത്തി പരിചയമേളയും സാമൂഹ്യശാസ്ത്രമേളയും IT മേളയുമാണ് നടന്നത്. ശാസ്ത്ര ഗണിതശാസ്ത്രമേള ചൊവ്വാഴ്ചയാണ്. മഞ്ചേശ്വരം തുമിനാട്ടിൽ 3 വർഷം മുമ്പ് വാങ്ങിയ സ്വർണം നിറം മാറി ചെമ്പായി മാറിയതായി പരാതി. ലക്ഷം വീട് കോളനിയിലെ 3 കുടുംബങ്ങളാണ് വ്യാജ സ്വർണം വാങ്ങി വഞ്ചിതരായത്. കഴിഞ്ഞ ദിവസം സ്വർണമെടുത്ത് പരിശോധിച്ചപ്പോഴാണ് കോളനിവാസികളായവർ പരിഭ്രാന്തരായത്. ഒരു വള, 3 മോതിരങ്ങൾ, കമ്മൽ എന്നിവയാണ് നിറം മങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിറം മങ്ങിയതുകൊണ്ട് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ രസകരമായ ചോദ്യമാണ് ഇവരിൽ നിന്നുണ്ടായതെന്ന് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സൗറയും ചതിയിൽപ്പെട്ട സ്ത്രീകളും KCN ന്യൂസിനോട് പറഞ്ഞു. ഒരു 3 കൊല്ലത്തിന് മുമ്പ് എടുത്ത ഒരു ബ്രാസ്ലെറ്റ്, പിന്നെ ഒരു മോതിരം, അത് കംപ്ലീറ്റ് ഇത് റോൾഡ് ഗോൾഡിൻ്റെ കളർ വന്നിന്. വെള്ളി കളറായി, പകുതി വെള്ളി കളർ, പകുതി പൊന്നു കളർ. 2 കൊല്ലായി എടുത്തിട്ട് അരപ്പുണ്ട സാധനം. ഇന്ന് കാലത്ത് നോക്കുമ്പോൾ അതിങ്ങനെ ആയിട്ടുണ്ട്, വെളുത്തിട്ട് മുണ്ട് പോലെ ഉണ്ട്. മൊത്തം 6.5 പവൻ സ്വർണമാണ് നിറം മങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നിറം മാറിയ സ്വർണത്തിന് പകരമായി മാറ്റി നൽകാമെന്നാണ്
ജ്വല്ലറിക്കാരുടെ മറുപടി. കടൽ തീരത്ത് വീടുകൾ ഉള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്ന ജ്വല്ലറി മാനേജറുടെ വാക്കുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. 1 കൊല്ലം മുമ്പും 3 കൊല്ലം മുമ്പും വാങ്ങിയ സ്വർണമാണ് ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ചത്. എത്രയോ വർഷം നിലനിൽക്കുന്ന ഗ്യാരണ്ടി ആഭരണങ്ങൾ ഇന്ന് വിപണിയിലുണ്ട്. ഇത്തരം ആഭരണങ്ങൾ നൽകി പാവപ്പെട്ട കോളനി നിവാസികളെ വഞ്ചിക്കുകയാണ് ഇത്തരക്കാർ ചെയ്തത്. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതി ഇത്തരം ചതിയിൽപ്പെടുന്ന പലരും ആരോടും പരാതി പറയാറില്ല. എന്നാൽ ഗ്യാരണ്ടി ആഭരണങ്ങൾ ഉപഭോക്താവിന് നൽകിയതിലൂടെ വിശ്വാസവഞ്ചന നടത്തിയ ഈ ജ്വല്ലറിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ മാനവ ഐക്യയാത്ര കാസർഗോഡ് നിന്നും നവംബർ 17 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 30 യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. ഒരു ഭാഷയിലൂടെ ലോകസമത്വവും സമാധാനവും എന്ന സന്ദേശവുമായി ഡൽഹിയിലെ ബാബ അലക്സാണ്ടർ നടത്തുന്ന ലോക പര്യടനത്തിന്റെ ഭാഗമായാണ് നവംബർ 17 മുതൽ 30 വരെ കേരളത്തിൽ മാനവ ഐക്യയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ടൗൺ ഹാളിൽ നവംബർ 17 രാവിലെ 7 കുട്ടികൾ നിലവിളക്ക് കൊളുത്തി ജാഥ ഉദ്ഘാടനം ചെയ്യും. ജാഥയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള എക്സിബിഷന്റെ ഉദ്ഘാടനം പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന മത്സരങ്ങളിൽ സമ്മാനാർഹരായവർക്ക് ജാഥ ക്യാപ്റ്റൻ ബാബ അലക്സാണ്ടർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവംബർ 17 മുതൽ നവംബർ 30 വരെ ഒരു ഐക്യയാത്ര നടത്തുന്നുണ്ട്. ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഭാഷ ഒരു ലോകം എന്ന വിധത്തിലാണ് നമ്മൾ നടത്തുന്നത്. ടൗൺ ഹാളിലാണ് നടത്തുന്നത്. നവംബർ 17 കാസർഗോഡ് നടത്തുന്നത്. രാവിലെ 10 മണിക്ക് 7 ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിച്ച് 7 കുട്ടികൾ നിലവിളക്ക് കൊളുത്തുന്നു. ആ 7 കുട്ടികൾ നമ്മളിപ്പം നവംബർ 12 നടത്തിയ പരിപാടിയിൽ നിന്ന് ജയിച്ച കുട്ടികളെയാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. കുട്ടികളുടെ കലാപ്രകടനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വി സുഗന്ധൻ ഉദ്ഘാടനം ചെയ്യുന്നു. ജാഥയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള എക്സിബിഷന്റെ ഉദ്ഘാടനം സണ്ണി ജോസഫ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഷിൽന പ്രസാദ്, AGC റുഖിയ, KV ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങളുടെ സാമ്പത്തിക പരാധീനതകൾക്ക് പരിഹാരം കാണാനായി കേരള ഗ്രാമീൺ ബാങ്ക് ആരംഭിച്ച സഞ്ചരിക്കുന്ന ATM കാസർഗോഡെത്തി. നബാർഡിന്റെ സഹകരണത്തോടെയാണ് കേരള ഗ്രാമീൺ ബാങ്കിന് വാഹനം അനുവദിച്ചത്. സഞ്ചരിക്കുന്ന ATMന്റെ ഉദ്ഘാടനം സീനിയർ മാനേജർ M. മാലിംഗ ഭട്ട് ആദ്യ പണമെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ബാങ്കുകളുടെ ATM കാർഡുകളെ കൊണ്ടും ഇവിടെ നിന്നും പണം എടുക്കാവുന്നതാണ്. സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച ശേഷമാണ് ATM കാസർഗോഡ് എത്തിയത്. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാഷിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ 1000 താഴെയുള്ള നോട്ടുകൾ ജനങ്ങൾക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ബാങ്കിൽ നിന്ന് ക്യൂ നിൽക്കേണ്ട ഇത് വന്നപ്പോൾ ഒരു ജനങ്ങളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൊബൈൽ ATM ഇവിടെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് 1000 രൂപ വരെ വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇവിടെ കാസർഗോഡ് ടൗണിൽ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിദ്യാനഗർ, കാഞ്ഞങ്ങാട് ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 100 രൂപയുടെ നോട്ടുകളാണ് ATMയിലൂടെ ലഭ്യമാകുന്നത്. സാധാരണക്കാരായ നിരവധി പേരാണ് ഇവിടെ നിന്നും പണം എടുക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരുപാട് ക്യൂ നിന്നിട്ട് എനിക്ക് മറ്റുള്ള ബാങ്കുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഗ്രാമീൺ ബാങ്ക് ഒരുപാട് ഉപകാരം കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപകാരം ഇനിയും ഗ്രാമീണ ബാങ്കിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവായതു കാരണം പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ഒരു പരിധിവരെ ഈ ATMന് സാധിക്കുന്നുണ്ട്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക ജാഥയ്ക്ക് ഹൊസങ്കടിയിൽ നിന്നും തുടക്കമായി. ജാതിരഹിത മതനിരപേക്ഷ സമൂഹത്തിൻ്റെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിക്കുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണന് പതാക കൈമാറി റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനാണ് സാംസ്കാരിക ജാഥ ഉദ്ഘാടനം ചെയ്തത്. മനുഷ്യനെ സംസ്കാര സമ്പന്നമാക്കുന്നതിൽ ഗ്രന്ഥശാലകളും പുസ്തകങ്ങളും വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. ഈ 2 ജാഥകൾ, ഒന്ന് രാഷ്ട്രകവി, ഒരു സാഹിത്യ സാംസ്കാരിക ഏറ്റവും വലിയ അതിൻ്റെ അതികായനായ ഗോവിന്ദപ്പയ്യുടെ ഭൂമിയിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ നമ്മുടെ കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിൽ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ
പങ്കാളിത്തം വഹിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന മേഖലയായി അരുവിപ്പുറത്തു നിന്നാണ് മറ്റൊരു ജാഥ. PB അബ്ദുൾ റസാഖ് MLA അധ്യക്ഷത വഹിച്ചു. ജാതിരഹിത മതനിരപേക്ഷ സമൂഹത്തിന്റെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വടക്കൻ മേഖലാ ജാഥ സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ മാതൃഭാഷ പരമപ്രധാനമാണെന്നും മാതൃഭാഷ സംരക്ഷണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി അഗ്രഹാര കൃഷ്ണമൂർത്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ്, PVK പനയാൽ, KR ജയാനന്ദ, അനിയൻ കീഴാറ്റൂർ, P പ്രഭാകരൻ, PK അഹമ്മദ് ഹുസൈൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസാധുവായ നോട്ടുകൾ പിൻവലിച്ചതിലൂടെ ജനങ്ങൾ നോട്ട് മാറ്റിക്കിട്ടാൻ നെട്ടോട്ടമോടുന്നത് നിത്യകാഴ്ചയായി മാറിയിരിക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ച കടയടപ്പ് സമരം പിൻവലിച്ചുവെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കച്ചവടക്കാരും ജനങ്ങളും. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കുകയും പകരം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം വ്യാപാരികൾ നവംബർ 15 മുതൽ അനിശ്ചിതകാലത്തേക്ക് കടകളടച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതാണ് ഇപ്പോൾ പിൻവലിച്ചത്. വ്യാപാര മേഖലയിൽ കനത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നോട്ടുകളുടെ അഭാവം സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യാപാര മേഖല ദിവസങ്ങളായി നിശ്ചലമാണ്. പുതിയ നോട്ടുകൾ ലഭ്യമാക്കാനുള്ള സർക്കാർ നടപടി ഇതുവരെ ഫലം കണ്ടില്ല. ചില്ലറ ഇല്ലാത്തതിനാൽ കച്ചവടക്കാർ ഉപഭോക്താക്കളുമായി വഴക്കിടേണ്ട സ്ഥിതിയാണുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ മൊത്ത വ്യാപാരികളിൽ നിന്ന് ചരക്കുകൾ വാങ്ങി കച്ചവടം ചെയ്യുന്നവരാണ് സംസ്ഥാനത്തെ ഭൂരിപക്ഷം കച്ചവടക്കാരും. മുൻകൂർ നികുതി അടച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ ബാങ്കുകൾ പണം സ്വീകരിക്കുന്നില്ല. പല ലൈസൻസ് ഫീസുകളും നവംബർ 15-നകം അടക്കണം. നോട്ടുകൾ ഇല്ലാത്തതുകൊണ്ടും കച്ചവട രംഗത്തെ മാന്ദ്യം കൊണ്ടും പണമടക്കാനാവാത്ത സ്ഥിതിയാണുള്ളത്. അതാത് ദിവസം തൊഴിലെടുത്ത് കിട്ടുന്നതിൽ നിന്നും നിത്യവൃത്തി കഴിക്കുന്നവർ കൂടുതൽ ദുരിതത്തിലാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് KCN. ആസാമിലെ പരമ്പരാഗത നൃത്തരൂപമായ ബീഹു നൃത്തം ചിന്മയ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ബീഹു ഉത്സവത്തിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അസാമിന്റെ ജനകീയവും പരമ്പരാഗതവുമായ ബീഹു നൃത്തം ചടുലമായ വാദ്യങ്ങൾക്കും വായ്പാട്ടിനും പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ്. കൈകളുടെ ദ്രുതചലനത്തോടൊപ്പം വർണ്ണശബളമായ വസ്ത്രധാരണവും നൃത്തത്തിന് മാറ്റു വർദ്ധിപ്പിക്കുന്നു. കാർഷിക വൃത്തി സ്വീകരിച്ച യുവതീ യുവാക്കളാണ് സാധാരണയായി ഈ നൃത്തം ചെയ്യുക. ഈ സംഘത്തെ നയിച്ചത് രഞ്ജിത്ത് ഗോഗോയാണ്. സ്പിക്മ കെ ചിന്മയ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചിന്മയ വിദ്യാലയ പ്രസിഡന്റ് സ്വാമി വിവിക്താനന്ദ അവതാരകർക്ക് ഉപഹാരങ്ങൾ നൽകി. വിദ്യാലയ പ്രിൻസിപ്പൽ B പുഷ്പരാജ്, വൈസ് പ്രിൻസിപ്പൽ സംഗീത പ്രഭാകരൻ, ഹെഡ് മിസ്ട്രസ് CN സിന്ധു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. വിദ്യാർത്ഥികളായ സൽമത്ത്, ഹസ്ന, ശ്രേയ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ശേഷം നൃത്തത്തിന്റെ വേഷവിധാനങ്ങളെക്കുറിച്ചും വാദ്യരൂപങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഹൊസങ്കടിയിൽ മതേതര സെക്യുലർ മീറ്റ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഹൊസങ്കടി ഗേറ്റ്വേ ഓഡിറ്റോറിയത്തിൽ നടന്ന മതേതര സെക്യുലർ മീറ്റ് യൂത്ത് കോൺഗ്രസ് കർണാടക സംസ്ഥാന നേതാവ് റിഗ്വാൻ ഹർഷാദ് ഉദ്ഘാടനം ചെയ്തു. ಕಳೆದ 2.5 ವರ್ಷದಿಂದ ಈ ರಾಷ್ಟ್ರದಲ್ಲಿ ಸನ್ಮಾನ್ಯ ಮೋದಿ ನರೇಂದ್ರ ಮೋದಿ ಅವರ ಸರ್ಕಾರ ಬಂದ ನಂತರ ಮತ್ತೆ ಬರಕ್ಕಿಂತ 2 ವರ್ಷದ ಹಿಂದೆ ಈ 4-5 ವರ್ಷದಲ್ಲಿ ನಮ್ಮ ದೇಶದ ವಾತಾವರಣ ಹೇಗಾಗಿದೆ ಅಂತಕ್ಕಂಥದ್ದು ಚಿಂತನೆ ಮಾಡತಕ್ಕಂಥ ಅವಶ್ಯಕತೆ ಇವತ್ತು ಇದೆ. യൂത്ത് കോൺഗ്രസ് മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് നാസർ മൊഗ്രാൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹക്കീം കുന്നിൽ, സാജിദ് മൗവൽ, ഹർഷാദ് ബൊർക്കാടി, കേശവപ്രസാദ് നാണിത്തുലു, ഉമ്മർ ബൊർക്കള, സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. പെരുമ്പള പടിഞ്ഞാർ വീട് ഇടയില്ലം തറവാട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, സഹോദരങ്ങൾ, അമ്മാമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ബന്ധുക്കളും ഉള്ള ആളുകൾ വിളിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനൊരു പ്രയാസവുമില്ല. അതൊരു ശരിയാണ്. എന്ന് പറഞ്ഞാൽ കേവലം ഒരു കുടുംബത്തിന്റെ മാത്രം കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്ന കുറേ ആളുണ്ടാവും. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനും അപ്പുറത്ത് പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കി
അതുമായി നിരന്തരം ബന്ധപ്പെട്ട് അതിൽ വരുന്ന ഓരോ വിഷയങ്ങളെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. തറവാട് ഭരണസമിതി പ്രസിഡന്റ് ഇ മാധവൻ നായർ അധ്യക്ഷത വഹിച്ചു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി രാജൻ, ഇ ശ്രീവത്സൻ നമ്പ്യാർ, ഇ ബാലകൃഷ്ണൻ നായർ, ഇ ഭാർഗവൻ എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഇടയില്യം തറവാട്ടിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളെ സംഗമത്തിൽ അനുമോദിച്ചു. കാസർഗോഡ് നിന്നും പുറത്തിറങ്ങുന്ന ചന്ദ്രഗിരി ദിനപത്രത്തിന്റെ പ്രകാശന കർമ്മം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ പങ്കെടുത്തു. സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്നും പുറത്തിറങ്ങുന്ന ചന്ദ്രഗിരി പ്രഭാത ദിനപത്രം പ്രകാശനം ചെയ്തു. പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ എ മുഹമ്മദ് ഷെരീഫിന് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാനത്തിൻ്റെ തെക്കൻ മേഖലയിൽ കടന്നാൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. കാസർഗോട്ടുകാർക്ക് ഒരുപാട് പത്രങ്ങളാണ്, പ്രാദേശിക പത്രങ്ങൾ. ആ പത്രകുടുംബത്തിലേക്ക് ഒരു പത്രം കൂടി എത്തിയിരിക്കുകയാണ്. അത് നമ്മളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം കൈയേൽക്കുകയും ചെയ്തിരിക്കുന്നു. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു, ചലച്ചിത്ര താരം മാമുക്കോയ, ഷഹനായി വിദ്വാൻ ഉസ്താദ് ഹസൻ ബായി, നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, കാരുണ്യ പ്രവർത്തകൻ സായിറാം ഭട്ട്, INL നേതാവ് അസീസ് കടപ്പുറം, VV പ്രഭാകരൻ, രവീന്ദ്രൻ രാവണീശ്വരം തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ ചുറ്റുമതിൽ സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചതായി പരാതി. മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നു. കുഞ്ചത്തൂരിലെ പഴയ RTO ദേശീയപാതയ്ക്ക് സമീപത്താണ് മതിലുകൾ തകർത്തിരിക്കുന്നത്. ഗൾഫ് സ്വദേശികളായ അഷ്റഫ്, ഹമീദ്, ഫറൂഖ് എന്നിവരുടെ പറമ്പിന്റെ മതിലുകളാണ് രാത്രിയുടെ മറവിൽ വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം പോലീസിനും സർക്കിൾ ഇൻസ്പെക്ടർക്കും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഞങ്ങൾ ഈ കുഞ്ചത്തൂർ RTOയുടെ ഒരു കമ്പൗണ്ട് കെട്ടിക്കാനുണ്ട്. ഞങ്ങൾ വൈകുന്നേരം വരുമ്പോൾ രാവിലെ പോകുമ്പോൾ ആ കെട്ടി കമ്പൗണ്ടെല്ലാം വാപ്പസ് നോക്കിയിട്ടുണ്ട് സമാജദ്രോഹികളുടെ. അങ്ങനെ ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു ബേജാറ്, കെട്ടിക്കുന്നവർക്കും ബേജാറ്. അങ്ങനെ ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിക്ക് പരാതി കൊടുക്കുന്നു. സംശയമുള്ള ചിലരുടെ പേരുകൾ പരാതിക്കാർ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇവരെ നിരീക്ഷിച്ചു വരികയാണ്. ഉടൻ തന്നെ പ്രതികൾ വലയിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. മുത്തൂറ്റ് ഫിനാൻസിലെ തൊഴിലാളികളുടെ സമരം 11ാം ദിവസത്തിലേക്ക് കടന്നു. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. മുത്തൂറ്റ് ഫിനാൻസ് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 11ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യൂണിയൻ രൂപീകരിച്ചതിന്റെ പേരിൽ തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കുക, യൂണിയൻ പ്രവർത്തനം നടത്തുന്നവരെ സ്ഥലം മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരം 11ാം ദിവസത്തിലേക്ക് കടന്നതോടെ ജനങ്ങളാകെ ദുരിതത്തിലായിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും പണമയക്കുന്നവരെയാണ് സമരം ഏറ്റവും സാരമായി ബാധിച്ചിരിക്കുന്നത്. ജില്ലയിലെ മുത്തൂറ്റ് ഫിനാൻസിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും പണിമുടക്ക് നടന്നുവരുന്നുണ്ട്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ സ്റ്റാൻഡ്, ചെർക്കള, പാലക്കുന്ന്, മേൽപ്പറമ്പ്, കുമ്പള, തൃക്കരിപ്പൂർ, ചെറുവത്തൂർ എന്നിവിടങ്ങളിലെ ശാഖകളിലാണ് സമരം നടക്കുന്നത്. സമരം വിജയിപ്പിക്കുന്നതിനായി മിക്ക സ്ഥലങ്ങളിലും സമര സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ പിടിവാശി ഉപേക്ഷിച്ച് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഭിപ്രായം. അണങ്കൂർ ശാരദാ നഗറിലെ നവശക്തി ക്ലബ്ബ് സാമൂഹ്യദ്രോഹികൾ അടിച്ചു തകർത്തു. കാസർഗോഡ് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നു. ക്ലബിൻ്റെ വാതിൽ ചെത്തുകല്ലുകൊണ്ടാണ് തകർത്തതെന്ന് കരുതുന്നു. അണങ്കൂരിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ശാരദാ നഗർ നവശക്തി ക്ലബിന് നേരെ മുമ്പും ആക്രമണമുണ്ടായിട്ടുണ്ട്. നവംബർ 13-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ಯಾವ ಹುಡುಗರ ಮೇಲೆ ಹೋದರೆ ಅವರ ಕಾಲನ್ನು ಕಡ್ದಾಕಿ ಬಿಡ್ಲಿಕ್ಕಿಲ್ಲ, ನಿಮ್ಮನ್ನು ಯಾರ ಮೇಲೆ ಬರಲಿಕ್ಕೆ ಬಿಡ್ಲಿಕ್ಕಿಲ್ಲ ಅಂತ ಭೀಷಣಿ ಕೊಟ್ಟು ಹೋಗಿದ್ದಾನೆ. ಹಾಗೆ ಇನ್ನು ಮುಂದೆ ನಾವು ಈಗೆಲ್ಲ ಹೇಳಿ ಹೋದರೆ ನಾವು ಇಲ್ಲಿ ಇನ್ನು ಮೇಲೆ ಹೋಗೋದು ಹೇಗೆ, ಅದೆಲ್ಲ ಇದು ಇಲ್ಲಿ ಹೇಗೆ ನಾವು ನಿಲ್ಲಲಿಕ್ಕೆ ತುಂಬ ಕಷ್ಟ ಉಂಟು. ನಾವಂದರೆ ಸ್ವಲ್ಪ ಒಳ್ಳೆ ಏರಿಯಾ ಇದು. ക്ലബ്ബ് മെമ്പർ ബി രമേശൻ കാസർഗോഡ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നു. അണങ്കൂരിലെ ഹബീബാണ് ക്ലബിൻ്റെ വാതിൽ തകർത്തതെന്നാണ് ക്ലബ്ബുകാരുടെ പരാതി. അൾട്ടൂറ ഹോളിഡേയ്സ് ഇവൻസിൻ്റെ പുതിയ ശാഖ കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു.
പഴയ ബസ് സ്റ്റാൻഡിലെ ഫെഡറൽ ബാങ്കിന് സമീപത്താണ് പുതിയ ശാഖ ആരംഭിച്ചത്. വിവാഹ ആവശ്യങ്ങൾക്കായുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന അൾട്ടൂറ ഹോളിഡേയ്സ് ആൻഡ് ഇവൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ചയാണ് നടന്നത്. പ്രശസ്ത ചലച്ചിത്ര താരം ജുവൽ മേരിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഞാൻ കാസർഗോഡ് ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് വരുമ്പോൾ ഒരു നാട്ടിൽ നമുക്ക് ഇത്രയും നല്ല സ്വീകരണം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പുതിയൊരു സ്ഥാപനം ഇവിടെ വരുമ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ അത് ഒരിക്കലും മുന്നോട്ട് പോവില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കല്യാണം, ബർത്ത്ഡേ, ഓഫീസ് പാർട്ടി, അങ്ങനെ എന്ത് കളർഫുൾ ആയിട്ടുള്ള എന്ത് പരിപാടി ഉണ്ടെങ്കിലും, നമ്മളെപ്പോലെ കളർഫുൾ ആയിട്ടുള്ള എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരുടെ അടുത്ത് ധൈര്യമായിട്ട് വന്ന് ഫുൾ സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇവർ തരുന്ന സപ്പോർട്ട് പോലെ തന്നെ ഇവരെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്മയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് അടക്കമുള്ള നിരവധി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഏത് സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ട് വിവാഹം മംഗളകരമാക്കി നൽകുന്ന ഈ സ്ഥാപനം കാസർഗോഡിന് ഒരു അനുഗ്രഹമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏക സിവിൽ കോഡിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി രംഗത്ത്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ. റവന്യൂ ജില്ലാ ശാസ്ത്രമേളയ്ക്ക് ഗംഭീര തുടക്കം. മേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. വാങ്ങിയ സ്വർണമെല്ലാം റോൾഡ് ഗോൾഡ്. പരാതിയുമായി മഞ്ചേശ്വരം തുമിനാട്ടിലെ കോളനി നിവാസികൾ. മാനവ ഐക്യയാത്രയുമായി നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ. യാത്ര ആരംഭിക്കുന്നത് നവംബർ 17 കാസർഗോഡ് നിന്ന്. ജനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ തയ്യാറായി കേരള ഗ്രാമീൺ ബാങ്ക്. ബാങ്കിന്റെ സഞ്ചരിക്കുന്ന ATM കാസർഗോഡ്. ജാതിരഹിത മതനിരപേക്ഷ സമൂഹത്തിന്റെ കാവലാളാവുക. മുദ്രാവാക്യവുമായി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക ജാഥയ്ക്ക് ഹൊസങ്കടിയിൽ തുടക്കം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.